നമസ്കാരം. ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ചെയ്താലോ എന്ന് വിചാരിച്ചു. മകര ചൊവ്വയാണ്. അപ്പം അങ്ങോട്ട് പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞിട്ട് മുടിയൊക്കെ ഒരു വിധത്തിൽ ഉണക്കി എടുത്തിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഡ്രസ്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു സ്കേർട്ടൊക്കെ ഇട്ടിട്ടാണ് പോകണേ കേട്ടോ. ഒരു കുർത്തയും സ്കേർട്ടൊക്കെ ഇട്ടിട്ട് അപ്പം അതിന് ചേരുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ചെയ്യണം. എവിടെയെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ പോകണം, ആരെങ്കിലുമൊക്കെ കാണുന്ന ഇതിലൊക്കെ ഒരു പരിപാടി ഉണ്ടെന്ന് വെച്ചാൽ അന്നത്തെ ദിവസം ഒരു മോക്കൊരു എന്തായിട്ടും വരും, ഉറപ്പാണത്. അപ്പം അതേ എനിക്ക് നിങ്ങൾക്ക് ക്യാമറയിൽ കാണില്ല കേട്ടോ. എനിക്ക് ഇവിടെ ഒരു മോക്കുരുണ്ട്, പിന്നെ അതേ ഇവിടെ ഒരു മോക്കുരുണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് ഒതുക്കണം. അപ്പം മോക്കുരിയൊക്കെ ഉള്ളതുകൊണ്ടും ഞാൻ ബേസ് മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്യില്ല. കണ്ണൊക്കെ ഒന്ന് എഴുതി ഒരു ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഒന്ന് ഐബ്രോസൊക്കെ ഒന്ന് എഴുതി ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം ഇനി മേക്കപ്പ് ചെയ്യാം. ക്യാമറ ഒരു ഭാഗത്ത് വെച്ചു. ഇനി ഇങ്ങനെ ഓരോന്നായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി ഞാൻ കണ്ണാടിയുടെ മുന്നിലല്ല, ക്യാമറയിൽ നോക്കിയിട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എന്താവും എന്തോ. പിന്നെ സമാധാനം ഉള്ളത് വലുതായിട്ടുള്ള മേക്കപ്പ് ഞാൻ ചെയ്യാറില്ല. അപ്പം അതുകൊണ്ടാണ് കാറ്റുകാലം ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ചുണ്ടൊക്കെ ഡ്രൈ ആയിട്ട് ഇരിക്കുന്നുണ്ട്. നല്ല കറുപ്പുറവും വന്നിട്ട്. അപ്പം ആദ്യം തന്നെ ലിപ് ബാം അപ്ലൈ ചെയ്തിട്ട് ബാക്കി കാര്യത്തേക്ക് കിടക്കാം. ഫോക്സ് സ്റ്റൈലിൻ്റെ ലിപ് ബാമാണ് കേട്ടോ ഇടുന്നത്. പിന്നെ ഇപ്പോൾ ആമസോണിലെ ഗ്രേറ്റ് റിപ്പബ്ലിക് ഡേ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ജനുവരി 13 മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതേപോലെ 19 വരെ ഈ സെയിൽ നടക്കുന്നുള്ളൂ. അപ്പോൾ അത് ഏകദേശം ഒരു ടോപ്പ് ഫാഷൻ ബ്യൂട്ടി ബ്രാൻഡുകൾക്കെല്ലാം 50 to 80% വരെ ഓഫർ ഈ സമയത്ത് കിട്ടുന്നുണ്ട്. അതേപോലെ 1500-ലധികം ടോപ്പ് ബ്രാൻഡ്സ്, 4 ലക്ഷത്തിൽ കൂടുതൽ സ്റ്റൈൽസൊക്കെ ഈ സമയത്ത് കിട്ടും. ഈസി റിട്ടേൺസും കൂടിയാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ സെയിൽ നടക്കുമ്പോൾ മേടിക്കാം കേട്ടോ. മേക്കപ്പ് പേയ്മെൻറ്റ് മുഖം ഒന്ന് കണ്ടോ. ഈ ലിപ് ബാം ഇട്ടപ്പം ഇത്ര നേരം ഒന്ന് ഡള്ളായിട്ടിരുന്നത് പെട്ടെന്നൊന്ന് ബ്രൈറ്റ് ആയ പോലെ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോന്ന് പറയാൻ കേട്ടോ. അപ്പം ഫസ്റ്റ് ഞാൻ ടോണർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ സീറം പിന്നെ മറ്റേ സ്നെയിൽ എസൻസ് ഒക്കെ ഇടുന്നതിൻ്റെ മുന്നേ മുഖം ഒന്ന് നനയ്ക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ടോണർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പായക്കൊക്കെ പോയി. ഇപ്രാവശ്യത്തെ മകരചൊവ്വ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, കഴിഞ്ഞ കൊല്ലമൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. കഴിഞ്ഞ കൊല്ലം അവിടെ നാട്ടിൽ മകരച്ചൊവ്വയായിരുന്നു. പിന്നെ അതൊന്ന് കുറേ ഇപ്രാവശ്യം ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ്. മകരച്ചൊവ്വ മാത്രമല്ല, ഓണം മുതലൊക്കെ അങ്ങോട്ട് വ്യത്യാസം ഉണ്ടായിരുന്നു. എന്നാലും എനിക്ക് മകരച്ചൊവ്വയാണ് കൂടുതൽ ഫീൽ ചെയ്യണേ കേട്ടോ. കാരണം വെച്ചാൽ കൂടുതൽ എന്താ പറയുക, ഓണം എന്ന് പറയുമ്പോഴും ഞങ്ങൾ വീട്ടിലുള്ള 2-3 ആൾക്കാർ മാത്രമല്ലേ ഉള്ളൂ. മകരച്ചൊവ്വയാണ് കൂടുതൽ എല്ലാവരും ഒത്തൊരുമിച്ച് ഉണ്ടാവാറുള്ളത്. നാട്ടുകാരെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു ദിവസമാണ്. അപ്പം എല്ലാ കൊല്ലം അവിടെ ഉള്ള സമയത്ത് കുറച്ച് എനിക്ക് നല്ല ഓർമ്മകളുണ്ട്. പാടത്തുനിന്ന് ഇങ്ങനെ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ. അപ്പം അതൊക്കെ എനിക്ക് എന്താ പറയുക, ഇന്ന് ഓർമ്മ വന്നു കേട്ടോ. ആ സംഭവങ്ങളൊക്കെ എനിക്ക് മിസ് ചെയ്തിട്ടുണ്ട്. ആ സംഭവങ്ങൾ മാത്രം, വേറെ ഒന്നുമില്ല. അപ്പം എന്താണ്, ഇനി ഞാൻ സ്നെയിൽ എസൻസ് ഇടട്ടെ. എൻ്റെ സ്കിൻ കെയർ പ്രോഡക്ട്സിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ ഈ സ്നെയിലിൻ്റെ ഈ സംഭവം. ഇത് പണ്ടൊക്കെ ഇങ്ങനെ ആൾക്കാരുടെ വീഡിയോയിൽ കാണിക്കാണപ്പോൾ ഞാൻ ഇതെന്തിനതൊക്കെ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഉപയോഗിച്ച് തുടങ്ങിയപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയം മുതൽ എനിക്ക് തോന്നുന്നു എല്ലാ കൊല്ലവും മകരച്ചൊവ്വയുടെ വ്ളോഗ് ഇട്ടിട്ടുണ്ട്. ഒരു വിറ്റാമിൻ സി സീറം ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാ കൊല്ലവും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ചാനൽ തുടങ്ങിയത് 2018-ലാണ് ഞാൻ ചാനൽ തുടങ്ങി. അപ്പം ആ 2019 മുതലുള്ള മകരച്ചൊവ്വ ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. ചിലതൊക്കെ പ്രൈവറ്റ് ആക്കിയിട്ടുണ്ടാവും കേട്ടോ. പക്ഷെ തുടക്കകാലത്തൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബോറായിരുന്നു എൻ്റെ വ്ളോഗുകൾ. ഒരു സാധാരണ എല്ലാവരും എന്താ തുടങ്ങണ പോലത്തെ അങ്ങനത്തെ വീഡിയോസ് ആയിരുന്നു. പിന്നെ നമ്മൾ കുറച്ചുകൂടിയൊക്കെ ഒന്ന് എങ്ങനെയാണ് വീഡിയോ എടുക്കാമെന്നൊക്കെ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ അത് പോരാൻ തോന്നിയോണ്ട് ഞാൻ കുറേയൊക്കെ പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ഉണ്ടാവും എന്നറിയില്ല. പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ പൂരം, മകരച്ചൊവ്വ എന്നൊക്കെ പറയുന്ന സംഭവം കേട്ടോ. പൂരപ്പറമ്പിൽ എല്ലാ രാത്രി പൂരത്തിന് അന്ന് രാത്രി പൂരപ്പറമ്പ് പോകും, തലേ ദിവസം പോവും, ഗാനമേളയ്ക്കൊക്കെ പോവും. അങ്ങനെ എന്താ പറയുക, പിന്നെ മോതിരം വാങ്ങിക്കും. അങ്ങനെ നമുക്ക് കുറേ ഓർമ്മകളൊക്കെ ഉണ്ടാവില്ലേ. ഇന്നെന്തൊക്കെ നടക്കുമെന്ന് എനിക്കറിയില്ല. എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ തന്നെ സത്യം പറഞ്ഞാൽ താല്പര്യമില്ല. പോവില്ല എന്ന് ആദ്യം വിചാരിച്ചിരുന്നു കേട്ടോ. പിന്നെ അച്ഛനെ നിർബന്ധിച്ചിട്ടാണ് ഞാൻ പോവാന്നൊക്കെ പ്ലാൻ ഇട്ടത്. മേക്കപ്പ് അധികം ഉപയോഗിക്കുന്നത് നിർത്തിയപ്പോൾ ഞാൻ എൻ്റെ സ്കിൻ കെയർക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. നമ്മൾ 35+ ഒക്കെ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് എന്താ പറയുക, സ്കിൻ കെയർ കൂടുതൽ നോക്കണ നല്ലതാണ്. എനിക്ക് 36 വയസ്സായി. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ കെയർ ഒക്കെ കൂടുതൽ ചെയ്തു തുടങ്ങിയത് എൻ്റെ 30 വയസ്സിന് ശേഷമാണ്. അതുവരെ
ഫൗണ്ടേഷനൊക്കെ ഡെയിലി ഇപ്പോൾ ജോലിക്കൊക്കെ പോകുമ്പോൾ അങ്ങനെ ഫൗണ്ടേഷനും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കില്ല. എന്താ ഫൗണ്ടേഷൻ എന്നാ പറയണേ, സൺസ്ക്രീനും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഡെയിലി ഉപയോഗിക്കാറില്ല കേട്ടോ. ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് എന്തായാലും വെയിൽ കൊണ്ടിട്ടുണ്ട് അറിയോ, അപ്പോഴൊന്നും അറിയില്ല അങ്ങനെയൊക്കെ വേണം നമ്മൾക്ക്, നമ്മുടെ സ്കിൻ കെയർ നോക്കണം അങ്ങനെയൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. 30 കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമല്ലോ മനസ്സിലായി. പിന്നെ ഇപ്പം ഏകദേശം ഒരു കൊല്ലമായിട്ട് കൃത്യമായിട്ട് സ്കിൻ കെയർ ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെയാണ് നോക്കൊരു, എനിക്ക് നല്ല വേദന എടുക്കുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല. അതെ. പിന്നെ ഇവിടെ നല്ല വേദന എടുക്കുന്നുണ്ട്. എനിക്ക് എപ്പം മൂക്കുരു വന്നു കഴിഞ്ഞാലും വലുതായിട്ട് ഉള്ളിൽ തന്നെ വലുതായിട്ടാണ് വരിക, അസാധ്യ വേദനയായിരിക്കുകയും ചെയ്യും. നല്ല വേദന എടുത്ത് തൊടുമ്പോൾ നല്ല വേദനയുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് മൂക്കുരുക്ക ഉണ്ടെങ്കിൽ ഞാൻ മുഖത്ത് ഒന്നും ഇടില്ല, വെറുതെ ഫേസ് വാഷ് ഇട്ടിട്ട് ഞാൻ അങ്ങനെ വിടും. കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതിൻ്റെ മുകളിൽ പിന്നെ ഇട്ടിട്ട് അതിന് ചളിയൊക്കെ ഇരിക്കുമെന്ന്. പക്ഷെ ഇത് പുറത്ത് പോകണോണ്ട് ഞാൻ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി എൻ്റെ സൺസ്ക്രീൻ ഇതാണ്, ഇത് ഫോക്സ്റ്റൈലിൻ്റെ സൺസ്ക്രീൻ തന്നെയാണ്. ഇതെനിക്ക് അവർ PR-ആയിട്ട് അയച്ചു തന്നതാണ്, എന്നാലും എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇടുന്നത്. ഇപ്പം ഇനി എന്തെങ്കിലും സാധനം നമുക്ക് അങ്ങനെ വന്നാൽ നമുക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രമല്ലേ നമ്മൾ അത് യൂസ് ചെയ്യുള്ളൂ. ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത് തന്നെയാണ്, അല്ലാണ്ട് ഞാൻ എന്താ പറയുക അങ്ങനെ കാണിക്കാറില്ല. ഈ ഫോക്സ്റ്റൈലിൻ്റെ ഒരുവിധം സാധനങ്ങളൊക്കെ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുണ്ട്. പൗഡർ ഇത് തന്നെയാണ്, ഷുഗർ പോപ്പിൻ്റെ പൗഡർ. ഇപ്പം ഇത് കിട്ടാനില്ല കേട്ടോ, ഇപ്പം ഇത് ഈ സാധനം ഇല്ല, ഇതിൻ്റെ വേറെ എന്തോ ആണ്. നല്ല പൗഡറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞു, ഇതിൽ ഇത്രയും കൂടിയേ ഉള്ളൂ. അപ്പം അതെടുത്ത് ഒന്ന് വെറുതെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇടുള്ളൂ കേട്ടോ, കാരണം ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് പെയിന്റ് അടിച്ച പോലെ തോന്നണ ഒരു പൗഡറാണ്. പക്ഷെ ഇത്തിരി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് സെറ്റായി. ഡ്രസ്സ് ഫില്ല് ചെയ്യാനായിട്ട് ഈ പാക്കിൻ്റെ എന്താണ് ഈ സംഭവമാണ് എടുക്കണത് കേട്ടോ. ഇത് അത്യാവശ്യം ഞാൻ കുറച്ച് കാലമായിട്ട് ഇപ്പം ഉപയോഗിക്കുന്നത് തന്നെയാണ്, നല്ലതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെ ഉണ്ടാവണം ആ ഐബ്രോസ് എഴുതുമ്പോൾ കാണണേ ഇല്ല, എനിക്ക് റിസ്ക് എടുക്കണം. ഇപ്പം പുറത്ത് ഞാൻ കണ്ണങ്ങനെ മാസത്തിലൊരിക്കലൊക്കെ കണ്ണെഴുതിയാലായി, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ജനുവരിയിലെ ആദ്യത്തെ കണ്ണെഴുതാണ്, അങ്ങനെയുള്ളൂ. മാസത്തിലൊരിക്കലൊക്കെ ഞാൻ കണ്ണെഴുതുള്ളൂ. അതിന് കാര്യം ഞാൻ പണ്ട് മുതലേ പറയാറുണ്ട്, എപ്പോഴും കണ്ണെഴുതിയ അല്ലെങ്കിൽ ഡാർക്ക് സർക്കിൾസ് ഉള്ളവർക്ക് അത് കൂടാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ മാസത്തിലൊരിക്കൽ കണ്ണെഴുതും. കണ്ണെഴുതി ഇനിയാണ് 2 സൈഡിലും ഓരോ വിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇതുകൊണ്ട് ഇടുന്നില്ല, പിന്നെ നമ്മുടെ ഐലൈനർ വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. മാർസിൻ്റെ ഐലൈനറാണ് കേട്ടോ. കയ്യിൽ എണ്ണയായിട്ട് എടുക്കാനും കിട്ടണില്ല. ചെറുതായിട്ടൊരു ആള് ഇത്രയും. ഞാൻ മസ്കാര ഇടണോ വേണ്ടേന്ന് ആലോചിക്കുകയാണ്. എനിക്ക് ഈ മസ്കാര ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് ഭയങ്കര ആർട്ടിഫിഷ്യൽ ലുക്ക് പോലെ തോന്നും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നാച്ചുറലായിട്ട് ഇരിക്കണം ഇഷ്ടം, അതുകൊണ്ട് ഞാൻ മസ്കാര ഇടുന്നില്ല ഇന്ന്. ഇപ്പം കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചൊരു ലുക്ക് വന്നിട്ടുണ്ട്. ഇനി പൊട്ട് കുങ്കുമം, ഈ ഐടെക്സിൻ്റെ കുങ്കുമം. അപ്പം അത് ഇടുന്നതിന് മുന്നേ ഞാൻ ആദ്യം ഈ സാധനം കൊണ്ട് ഒന്ന് എഴുതും, ഇതുകൊണ്ടൊന്ന് എഴുതും, എന്നിട്ട് അതിൻ്റെ മുകളിൽ കുങ്കുമുണ്ട്. ചെറുതായിട്ട് അതുകൊണ്ടൊന്ന് ഇട്ടിട്ട് പിന്നെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ പോവില്ല, അല്ല ചെങ്ങൽ കുറച്ച് കഴിഞ്ഞാൽ ഇത് പോവും. അയ്യോ, എന്താണ് ശ്രീദേവി പച്ച കളറുള്ള കുങ്കുമം ഇട്ടിട്ട് വരില്ലേ, അപ്പോൾ അതേപോലെ പച്ച കളറുള്ള മഞ്ഞളാട്ടോ ഇത്. ചന്ദനൊക്കെ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വാങ്ങിയത്. കുറേ പേര് ഞാനിത് ഇടുന്ന കണ്ടിട്ട് മുക്കുറ്റി ചാന്താണെന്ന് വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ അതല്ല, ഇത് മഞ്ഞളാണ്. നല്ല മണം. മഞ്ഞൾ എങ്ങനെയാണോ ഇത് ഈ കളറാക്കിയത്, കളർ ചേർത്താണോ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് ഇങ്ങനെ ഇടുമ്പോൾ എനിക്ക് ഈ ചുവന്ന കുങ്കുമവും അതിൻ്റെ മുകളിൽ ഈ പച്ച കളറും കൂടി കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ എനിക്ക് എന്താ പറയുക, പിന്നെ സാധാരണ നമ്മളെ ചന്ദനം കൂടി ഇതിന് മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത്തിരി കൂടെ ഭംഗിയാണ് കാണാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്ഥിരം കുങ്കുമം ഇട്ട് കഴിഞ്ഞാൽ ഇടുന്നതാണ് ഇത് കേട്ടോ. ചിലപ്പോൾ മറന്നില്ലെങ്കിൽ ഇടും. അപ്പം കഴിഞ്ഞു, എത്രയേ ഉള്ളൂ. ഇപ്പം നല്ലൊരു ഐശ്വര്യം വന്നു. ഇനി ഈ ഐശ്വര്യം തുടച്ച് കളയണം. ഇത്
ഞാൻ പറഞ്ഞ പോലെ നമ്മൾക്കൊരു നാച്ചുറൽ ലുക്ക് തോന്നുന്ന ആടൻ ലുക്ക് തോന്നണ ചളി ചുവന്ന കളർ പറ്റില്ല. അപ്പം തുടച്ച് കളഞ്ഞിട്ട് ഇത്തിരി ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കണം. എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ് ഇത്. പാക്കിൻ്റെ അടോ 40 ആണ് അതിൻ്റെ ഷെയ്ഡ് നമ്പർ വന്നിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 2021 മുതലേ 2021 2020 പൊന്നൂൻ്റെ കല്യാണത്തിന് സമയത്താണ് ഫസ്റ്റ് ഞാൻ ഈ ലിപ്സ്റ്റിക്ക് വാങ്ങിക്കണേ കേട്ടോ. അന്ന് ഇതല്ല, പോട്ടിൽ വേറെയാണ്. ഈ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷെയ്ഡാണ്. അപ്പോൾ 2020 മുതൽ ഞാനിത് കഴിയുമ്പോൾ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. ഇത് ആദ്യം ഉണ്ടായിരുന്നത് വെച്ചാൽ നമ്മൾ വന്തിലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പോവാറുണ്ട്. ഇത് കുറച്ചുകൂടെ നിൽക്കുന്നുണ്ട്, നന്നായി ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പുതിയ ബോട്ടിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഷെയ്ഡ്. ഇങ്ങനെ കാണുമ്പോൾ ഒന്നും തോന്നില്ല, പക്ഷെ പുറത്ത് കാണുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ന്യൂഡ് ഷെയ്ഡാണ്. അപ്പം എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു. ഇനി ആ മുടി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാൻ, കുളിച്ചിട്ട് ഇത് ഉണങ്ങിയിട്ടില്ല. അപ്പം ഇതെന്ത് ചെയ്യണമെന്ന് ഞാൻ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിത് ആ ഡ്രസ്സ് ഇട്ട് വന്നു. ഇത് ടോപ്പാണ്. പിന്നെ ഇനി ഒരു സ്കേർട്ട് ഇട്ടിട്ടുണ്ട്. ഫുള്ള് ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ ഇതാ കമ്മൽ ഇട്ടിട്ട് കമ്മലും കൂടി ഇടട്ടെ. ഇനി മുടി എന്ത് ചെയ്യണമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കൂടി എടുത്ത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും നാടൻ ലുക്കല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ സാധനം വെച്ചിട്ട് ഇതേ നിങ്ങൾക്കിത് കാണുമ്പോൾ അയ്യേഴും തീർക്ക പോലെ തോന്നും, പക്ഷെ എനിക്ക് മുടി കെട്ടാൻ മാത്രം അറിയില്ല. ഇതേ കുഴപ്പമില്ല. അപ്പോൾ കഴിഞ്ഞു കേട്ടോ. ഞാൻ എൻ്റെ ഫുള്ള് ഞാൻ കാണിച്ചു തരാം. ഫുള്ള് ഞാൻ പോട്ടെ, ബസ്സിലാണ് പോകുന്നത്. ബസ്സിൻ്റെ സമയമാവാറായി. അപ്പോൾ പോട്ടെ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറിച്ച വിശേഷങ്ങളൊക്കെ വ്ളോഗ് എടുക്കുകയാണെങ്കിൽ വ്ളോഗിലിടാം, അല്ലെങ്കിൽ ഞാൻ പറയാം.